പോലീസ് സ്റ്റേഷനിൽ UDF സ്ഥാനാർത്ഥിയുടെ കുത്തിയിരിപ്പ് സമരം നടക്കുകയാണ്. തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറക്കോളി മൊയ്തീനാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ സമരം നടത്തുന്നത്. പ്രവർത്തകരെ അന്യായമായി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ചാണ് കുറുക്കോളി മൊയ്തീന്റെ പ്രതിഷേധം. സോണൽ കൃഷ്ണ വിവരങ്ങളുമായ. സോണൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി കുത്തിയിരിപ്പ് സമരം നടത്തിയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പരാതിപ്പെടുന്നത്? സ്മൃതി, ഇപ്പോൾ തിരൂർ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് കുറുക്കോളി മൊയ്തീൻ, തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഈ കുത്തിരിപ്പ് സമരം നടത്തുന്നത്. തിരൂർ പറവണ്ണ സ്കൂളിലുള്ള ബൂത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു വഴിയുണ്ട്. അതിൽ പ്രധാന ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് കഴിഞ്ഞാൽ ബൂത്തിലേക്ക് എത്താൻ വെയിൽ കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഈ പ്രായമായവരെയും രോഗികളെയും കൊണ്ടുവരുന്ന അംഗവൈകല്യമുള്ളവരെയും കൊണ്ടുവരുമ്പോൾ അവരെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലീഗിന്റെ പ്രവർത്തകർ ഈ ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വെയിലത്തെത്തുന്നവർക്ക് ആശ്വാസം എന്ന വണ്ണമാണ് ആ പ്രവർത്തകർ അവിടെ നിന്നിരുന്നത് എന്നുള്ളതാണ് കുറുക്കോളി മൊയ്തീൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ തിരൂരിലെ SI എത്തിക്കൊണ്ട് അകാരണമായി അവിടെ കൂടി നിന്ന പ്രവർത്തകരെ 8 പേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒരു ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ പ്രവർത്തകരെ വിട്ടുകൊടുക്കണമെന്ന് ആരോപിച്ച് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുറുക്കോളി മൊയ്തീൻ ഇപ്പോൾ തിരൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഇതുവരെ ഇവരെ വിട്ടു നൽകാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് പ്രധാനമായി കുറുക്കോളി മൊയ്തീൻ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. ഈ പറവണ്ണ സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ വെയിൽ കൊണ്ട് ആളുകൾ അങ്ങോട്ടേക്ക് പോവേണ്ട സാഹചര്യമുണ്ടോ, അവർ കൃത്യമായി അങ്ങോട്ടേക്ക് വയ്യാതെ എത്തുന്ന പ്രായമായവരെ എത്തിക്കാൻ വേണ്ടിയാണ് തങ്ങളിവിടെ നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ SI എത്തിയ സമയത്ത് ഇവരോട് മാറാൻ പറഞ്ഞപ്പോൾ പകുതിയിൽ കൂടുതലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് കുറുക്കോളി മൊയ്തീൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും ഈ സംഭവം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരം ലഭിച്ചത് മുതൽ തന്നെ കുറുക്കോളി അവിടെ എത്തി കുത്തിരിപ്പ് സമരം ആരംഭിക്കുകയായിരുന്നു. പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇനി ഇത് കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നെത്താനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. തിരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ കടുത്ത പോരാട്ടം നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരൂര്. ഓപ്പോസിറ്റ് LDF സ്ഥാനാർത്ഥിയായിരിക്കുന്നത് മന്ത്രി കൂടി ആയിരുന്ന V അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ കൂടി തിരൂരിലേക്ക് വന്നതോടെ മത്സരത്തിന്റെ ചിത്രം മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തിരൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആ ബൂത്തിലേക്ക് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഉണ്ടാക്കുന്ന സംഭവം കൂടി നടന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും MLA കൂടിയായിട്ടുള്ള കുറുക്കോളി മൊയ്തീനും ഇപ്പോൾ തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. പ്രവർത്തകരെ വിട്ടുകിട്ടാതെ സ്റ്റേഷനിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് കുറുക്കോളി മൊയ്തീൻ വ്യക്തമാക്കുന്നത്. സ്മൃതി, ശരി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.